നമുക്ക് ഈ ലെക്ചറിൽ സെറ്റ് എന്താണെന്ന് നോക്കാം. സെറ്റും ലിസ്റ്റൊക്കെ പോലെ മൾട്ടിപ്പിൾ എലമെന്റ്സിനെ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. എ ഈക്വൽ ടു ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ് 1,2,3 ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ്. ഇവിടെ എ എന്നാണ് ഈ സെറ്റിന്റെ പേര്. കർലി ബ്രാക്കറ്റ്സിലാണ് നമ്മൾ എലമെന്റ്സിനെ എഴുതുന്നത്. പ്രിന്റ് ടൈപ്പ് ഓഫ് എ. ഇവിടെ എയുടെ ടൈപ്പ് നോക്കിയാൽ നമുക്കറിയാം അത് സെറ്റ് ആണെന്ന്. എ ഈക്വൽ ടു നമ്മളിവിടെ ഒരു എം ഡി സെറ്റ് ഡിഫൈൻ ചെയ്യാൻ നോക്കുകയാണ്. എ ഈക്വൽ ടു കർലി ബ്രാക്കറ്റ്സിന്റെ അകത്ത് ഇവിടെ ഒന്നുമില്ല. എ ഈക്വൽ ടു എം ഡി കർലി ബ്രാക്കറ്റ്സ് ആണ് ഇവിടെ. ടൈപ്പ് ഓഫ് എ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഡിക്ഷണറി ആണെന്നാണ് ഈ എയുടെ ടൈപ്പ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു എം ഡി സെറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമുക്ക് സെറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. എ ഈക്വൽ ടു സെറ്റ്. അന്നേരം ഒരു എം ഡി സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് എ ഈക്വൽ ടു സെറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ടൈപ്പ് ഓഫ് എ. ടൈപ്പ് ഓഫ് എ നോക്കിയപ്പം നമുക്ക് സെറ്റാണ് എയുടെ ടൈപ്പ് എന്ന് കിട്ടി. ഇവിടെ സെറ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനിലോട്ട് ഒരു ലിസ്റ്റ് പാസ് ചെയ്യുകയാണ്. അന്നേരം ഈ ലിസ്റ്റിലെ എലമെന്റ്സ് നമുക്കൊരു സെറ്റായിട്ട് കിട്ടും. 12, 17, 20 കർലി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ കിട്ടി. ഒരു സെറ്റായിട്ട് നമുക്ക് കിട്ടി. എസ് ഈക്വൽ ടു കർലി ബ്രാക്കറ്റ്സിൽ 1,2,3 വീണ്ടും ഒരു 3 കൂടി. പ്രിന്റ് എസ് കൊടുത്തു നോക്കാം. അന്നേരം ഒരു 3 വന്നുള്ളൂ. മൾട്ടിപ്പിൾ 3s ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റ് മൾട്ടിപ്പിൾ ടൈം ഒക്വർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു തവണയായിരിക്കും പ്രിന്റ് ചെയ്യുമ്പോൾ വരത്തുള്ളൂ. സത്യത്തിൽ സെറ്റിൽ അത് ഒരു തവണയെ സ്റ്റോർ ആകത്തുള്ളൂ മൾട്ടിപ്പിൾ ടൈംസ് ഒരു എലമെന്റ് റിപ്പീറ്റ് ആയി കഴിഞ്ഞാൽ. പിന്നെ സെറ്റിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റിലൊക്കെ LF0, LF1 എന്നൊക്കെ പറഞ്ഞ് ആക്സസ് ചെയ്തില്ലേ, അതുപോലെ സെറ്റിൽ ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല ഓരോ എലമെന്റിനെ. ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് സെറ്റിലെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ നമ്പർ ഇൻ എസ് പ്രിന്റ് നമ്പർ. ഇങ്ങനെ ഓരോ എലമെന്റ്സും നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ സെറ്റിലോട്ട് നമുക്ക് പുതിയൊരു നമ്പർ ആഡ് ചെയ്യണം. അതിന് നമുക്ക് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. s.add4. ഇപ്പം 4 എന്ന് പറഞ്ഞ എലമെന്റ് നമ്മൾ എസ് എന്ന് പറഞ്ഞ സെറ്റിലോട്ട് ആഡ് ചെയ്ത് s.remove4. 4 എന്ന് പറഞ്ഞ എലമെന്റിനെ നമ്മൾ ആ സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ഈ റിമൂവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച്. പ്രിന്റ് എസ് 4 റിമൂവ് ആയിട്ടുള്ള ആ സെറ്റ് കിട്ടി. s.remove6. 6 എന്ന് പറഞ്ഞ എലമെന്റ് ഇല്ലാത്തൊരു എലമെന്റ് നമ്മൾ റിമൂവ് ചെയ്യാൻ നോക്കുകയാണ്. അന്നേരം കീ എറർ വന്ന് എറർ അടിക്കും ഇല്ലാത്തൊരു എലമെന്റ് റിമൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ റിമൂവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച്. അതേസമയം നമുക്ക് ഡിസ്കാർഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഡിസ്കാർഡ് ഉപയോഗിച്ച് ഇപ്പൊ 3നെ റിമൂവ് ചെയ്യാം. s.discard3. ഇപ്പൊ 3 എന്ന് പറഞ്ഞ എലമെന്റ് നമ്മൾ റിമൂവ് ചെയ്ത് കാണും. നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് എസ്. ഇപ്പൊ 3 എന്ന് പറഞ്ഞ എലമെന്റ് റിമൂവ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി s.discard6 ഇല്ലാത്തൊരു എലമെന്റ് റിമൂവ് ചെയ്യാൻ നോക്കുകയാണ്. അന്നേരം എറർ ഒന്നും കിട്ടിയില്ല. അതാണ് ഡിസ്കാർഡും റിമൂവും തമ്മിലുള്ള പ്രത്യേകത. റിമൂവില് ഇല്ലാത്തൊരു എലമെന്റ് റിമൂവ് ചെയ്യാൻ നോക്കിയാൽ എറർ അടിക്കും, ഡിസ്കാർഡിൽ എറർ വരത്തില്ല. ഇനി യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ് എന്ന് പറഞ്ഞ 3 ഓപ്പറേഷൻസ് കാണാം. യൂണിയൻ എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഉള്ള എലമെന്റ്സ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇവിടെ 2ഉം 3ഉം റിപ്പീറ്റ് ആണ്. അതുകൊണ്ട് വീണ്ടും 2ഉം 3ഉം വരത്തില്ല. അത് കഴിഞ്ഞ് 4. അതാണ് യൂണിയൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ എയിലും ബിയിലും ഉള്ള എലമെന്റ്സ് ഫുള്ള് ഡിസ്പ്ലേയിൽ പ്രിന്റ് ചെയ്യുക. രണ്ടിടത്ത് ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അത് ഒരു തവണയെ അപ്പിയർ ചെയ്യത്തുള്ളൂ. ഇന്റർസെക്ഷൻ എയിലും ബിയിലും ഉള്ള കോമൺ എലമെന്റ്സ് ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ് രണ്ടിലും ഉള്ള എലമെന്റ്സ്. അതുകൊണ്ട് ഇന്റർസെക്ഷനിൽ 2ഉം 3ഉം തന്നു. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെന്റ് ബട്ട് ബിയിലില്ല, എയിലുള്ള എലമെന്റ് ബിയിലില്ലാത്ത എലമെന്റ്. അങ്ങനെ ഒരു എലമെന്റ് ഏതാ? 1 അല്ലേ? അങ്ങനെ ഡിഫറൻസ് 1 എന്ന് കിട്ടി. യൂണിയന് നമ്മൾ ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യും, ഇന്റർസെക്ഷന് ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യും, ഡിഫറൻസിന് മൈനസ് യൂസ് ചെയ്യും.